സ്വാഗതം. ഒരു സിനിമ എടുക്കാനുള്ള കഷ്ടപ്പാട് അത് എത്രയാണെന്നറിയോ? നല്ല കഥ വേണം, തിരക്കഥ വേണം, നല്ലൊരു സംവിധായകൻ വേണം, എല്ലാത്തിനേക്കാൾ ഉപരി നല്ല നടന്മാർ വേണം. ഇത്രയുമൊക്കെ കണ്ടെത്തി 100 ദിവസം ഹൗസ്ഫുൾ ആയി ഓടിക്കാമെന്ന് സ്വപ്നവും കണ്ടിറക്കിയ സിനിമയ്ക്ക് സെൻസർ ബോർഡ് വെക്കുന്ന ആ കത്തിയില്ലേ, ഹോ, അതാണ് അൺസഹിക്കബിൾ. നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. തളരരുത് രാമൻകുട്ടി, തളരരുത്. ഇങ്ങനെ ഒരു വിധി എഴുത്തുണ്ടാകുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചല്ലോ. എന്താ ഉത്തമ ജനങ്ങൾ നമ്മളോട് ഇങ്ങനെ പെരുമാറിയത്? അതെ, കുറച്ചു ദിവസം മുൻപ് നമ്മളെ സഖാക്കൾ എല്ലാരും കൂടി ഒരു സിനിമ എടുത്ത് വമ്പ ഹിറ്റാവും നോക്കി വിചാരിച്ചെടുത്തതാ. പക്ഷേ സെൻസർ ബോർഡ് കഥയെ കയറി കത്തിവെച്ച് കളഞ്ഞ്. കഥയിൽ നായകനെ ആക്രമിക്കാൻ വരുന്ന വില്ലന്മാരുടെ ഒരു രംഗമുണ്ട് കേട്ടോ. ആ വില്ലന്മാര് വധശ്രമത്തിന്റെ പേരിൽ ആജീവനാന്തം ജയിലിൽ കഴിയുന്നതായിരുന്നു സിനിമന്റെ ക്ലൈമാക്സിൽ സഖാക്കൾ ഉദ്ദേശിച്ചത്. പക്ഷേ വിമാനത്തിനുള്ളിൽ മുഖ്യമന്ത്രിക്കെതിരെ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചു. അത് നമ്മൾ നേരത്തെ കേട്ട ദീനരോധനത്തിന്റെ കാരണം അല്ല. കഥയറിയാണ്ട് ആട്ടം കണ്ടിട്ട് കാര്യമില്ലല്ലോ. ഈ കൂട്ടത്തില് ആരേലും സിനിമ കാണാത്തവരുണ്ടോ? എന്റെ ഇപ്പം കണ്ടോ. സിനിമ മുഴുവൻ കാണിക്കാൻ ഈ എപ്പിസോഡ് തികയാത്തോണ്ട് ഹൈലൈറ്റുകൾ മാത്രമേ കാണിക്കുന്നു ആദ്യമേ പറഞ്ഞേക്കാം. ശ്രദ്ധിച്ചിരുന്നു കണ്ടോണം. സംശയം എന്തേലും ഉണ്ടെങ്കിൽ നോട്ട് ചെയ്ത് വെച്ചേക്ക്. അവസാനം നമുക്ക് ക്ലിയർ ചെയ്യാം. ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ് വായു വലിച്ചെടുക്കാനായി രൂപപ്പെടുത്തിയത്. പക്ഷേ ചിലർ സിഗരറ്റിന്റെ പുക വലിച്ചു കയറ്റാൻ ലങ്സ് ഉപയോഗിക്കുന്നു. ശരാശരി പുകവലിക്കാരന്റെ ശ്വാസകോശത്തിൽ ഓരോ വർഷവും അടിഞ്ഞുകൂടുന്ന കറ പുറത്തെടുത്താൽ അത് എത്രത്തോളമായിരിക്കും? നിങ്ങളെ രോഗിയാക്കാൻ അത് മതി. വലിയ രോഗി. ഇതൊരു പൊളിറ്റിക്കൽ സിനിമയാണ് കേട്ടാ. ഒരു ഫ്ലാഷ് ബാക്കോട് കൂടിയാ സിനിമ തുടങ്ങുന്നത്. സ്വർണ്ണക്കടത്ത് കേസിൽ പിടിച്ചാകത്തിട്ട ഒരു സ്ത്രീ പെട്ടെന്ന് ഒരു ദിവസം മാധ്യമങ്ങളൊക്കെ വിളിച്ചുകൂട്ടി ഒരു വെടിക്കെട്ട് നടത്തുന്നതോടെയാ കഥയുടെ തുടക്കം. ബിരിയാണി വെസൽസ് വിത്ത് ഹ്യൂജ് വെയിറ്റ് എന്ന് വെച്ചാൽ ബിരിയാണി മാത്രമല്ല, അതിൽ എന്തൊക്കെയോ മെറ്റൽ ഓബ്ജക്ട്സ് ഉണ്ടായിരുന്നതായിട്ട് കോൺസുലേറ്റ് ജനറലിന്റെ റെസിഡൻസ് ജവഹർ നഗറിൽ നിന്ന് ക്ലിഫ് ഹൗസിൽ നമ്മളുടെ കോൺസുലേറ്റ് വണ്ടിയിൽ കോൺസുൽ ജനറൽ കൊടുത്തു വിട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ കാണുന്ന നാട് മുഴുവൻ പൊരിഞ്ഞ സംഘടനം അതൊരു വശത്ത് നടക്കുന്നുണ്ട്. അവിടെ നടന്നോട്ടെ. നമ്മളെ യഥാർത്ഥ കഥ നടക്കുന്നത് ഇവിടെ ഒന്നുമല്ല. പിന്നെ എവിടെയാ? അങ്ങ് ആകാശത്താ. അതാ ഞാൻ പറഞ്ഞേ, ഒരുപാട് പ്രതീക്ഷയോടെ ഹൈ ബജറ്റിൽ ഇറക്കിയ സിനിമയായിരുന്നെന്ന്. എന്നാലും കോടതി എന്ത് ചതിയായി കാണിച്ച്. ചുംബന്മാർ. അതൊക്കെ പോട്ടെ, നമുക്ക് ബാക്കി സിനിമ കാണാം. ഇപ്പൊ നിങ്ങൾ കണ്ടതാണ് നായകന്റെ എൻട്രി. അങ്ങനെ നായകൻ വിമാനത്തിലേക്ക് പ്രവേശിച്ചു കേട്ടാ. ഇനി വിമാനത്തിൽ നായകന് പ്രത്യേകിച്ച് ഒരു റോളും ഇല്ല. ഇനി എല്ലാം സഹനടന്റെ കയ്യിലാ. സഹനടൻ തന്നെയാ ഈ സിനിമയിലെ സ്റ്റണ്ട് മാസ്റ്ററും. അങ്ങനെ ഭൂമിയിലെ പ്രതിഷേധം ദോ ആകാശത്തിൽ എത്തി നിൽക്കുക. നായകൻ തോറ്റോടുന്ന സിനിമ എപ്പോഴേലും ജയിച്ച ചരിത്രമുണ്ടോ? ഇല്ല. അപ്പൊ പിന്നെന്താ വേണ്ടേ? ഇവിടെ അടിച്ചു, എന്റെ സഹപ്രവർത്തകൻ അടിച്ചു. ഇ പി ജയരാജൻ, ഞങ്ങൾ മുഖ്യമന്ത്രി ഒന്നും ചെയ്തില്ല. എങ്ങനെ വേണമെന്ന് ഞാൻ പറഞ്ഞു തരാം. ഇടിച്ചിടിച്ച് നിലം പരിശാക്കണം. എന്നിട്ട് ഞാൻ സ്ലോ മോഷനിൽ നടന്നു പോകും. അപ്പൊ തിയേറ്ററിൽ ഭയങ്കര ക്ലബ്സ് ആയിരിക്കും. അതില്ലേ ഹീറോയിസം? അങ്ങനെ വില്ലന്മാരെ അടിച്ചൊടിച്ച് പാർസലാക്കി പോലീസുകാർക്ക് കൊടുത്തുവിട്ട് ഹീറോയെ പോലെ അങ്ങനെ നടന്നു വന്നൊരു ഡയലോഗ് ഉണ്ട്. വിമാനത്തിനകത്ത് പോലും ഒരു മുഖ്യമന്ത്രിക്ക് യാത്ര ചെയ്യാൻ കഴിയാത്ത സ്ഥിതിയിലേക്ക് ഭീകരപ്രവർത്തനത്തിന്റെ വഴികൾ കോൺഗ്രസ് സ്വീകരിച്ചില്ലേ? മര്യാദക്ക് വർത്താനൊന്നും പറയാൻ കഴിയുന്നില്ല എന്ന്. നാവൊന്നും ശരിക്ക് പോകുന്നില്ല. വെള്ളടിച്ചിട്ട് കുടിപ്പിച്ച് കീഴിൽ കയറ്റി വിട്ടിരിക്കുകയാണ്. മദ്യപിച്ചിട്ടില്ല. എന്റെ മെഡിക്കൽ എടുക്കണം. എന്റെ ജീവിതത്തിൽ ഞാൻ മദ്യപിക്കാത്ത വ്യക്തിയാണ്. ഈ സിനിമയെ നേരത്തെ ഒഴിവാക്കിയതല്ലേ, പിന്നെ ഇതാരാ വീട് വലിച്ചിട്ടെ? നമ്മളെ സിനിമയിൽ ഉമ്മക്കെതിരെയുള്ള ഒരു സീനും ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് അതങ്ങ് ഒഴിവാക്കിയേക്ക്.
നിങ്ങൾ ഇനി ബാക്കി പറ. കള്ളുകാരി കള്ളും കുടിച്ച് മറ്റുള്ളവരുടെ മേലെ ഉയർന്നതോട് ഞാൻ ഇതിന്റെ നടുവിൽ നടന്നു നിന്നു. എന്തോ എങ്ങനെ ഞാൻ ഇതിന്റെ നടുവിൽ നടന്നു നിന്നു. കഥയിൽ ചോദ്യമില്ല അല്ലേ സഖവേ? ഊരിപ്പിടിച്ച വടിവാളുമായി വധിക്കാനെത്തിയ ആ കുറ്റവാളികൾ ആരാന്നറിയോ? അതാ കഥയിലെ ട്വിസ്റ്റ്. ദാ കേട്ടു നോക്ക്. 19 കേസിലെ പ്രതിയെയാണ് മുഖ്യമന്ത്രിയെ വധിക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടി പറഞ്ഞയച്ചത്. ഭീകരർ വിമാനത്തിൽ വെച്ച് നായകനെ വധിക്കാൻ ശ്രമിക്കുന്നു, സഹനടൻ ചാടി വീണ് തടയുന്നു, പ്രതികളെ അടിച്ചൊതുക്കുന്നു, ജയിലിലേക്ക് അയക്കുന്നു. അതുവരെ ഓക്കെ. പക്ഷേ ബാക്കി അതാണിപ്പോ ആകെ കുഴപ്പമായ. കഥയിലെ വില്ലന്മാർ ആജീവനാന്തം ജയിലിനകത്താണ് കേട്ടോ. ബട്ട് സെൻസർ ബോർഡ് പറഞ്ഞ് വില്ലന്മാരെ പുറത്തു വിടുന്ന രീതിയിൽ കഥ ഒന്ന് മാറ്റിപ്പിടിക്കാൻ. ജാമ്യം ലഭിക്കേണ്ടവരല്ല ഈ ക്രിമിനലുകൾ. വിമാനയാത്രക്കിടയിൽ എഴുന്നേറ്റ് നിന്ന് മൂവ് ചെയ്താൽ തന്നെ ജീവപര്യന്തം ശിക്ഷിക്കാൻ പറ്റുന്ന കുറ്റം ആണെന്നാണ് നിലനിൽക്കുന്ന നിയമം. അതാണ്, അങ്ങനെയാണ് നിയമം. നിയമത്തിന്റെ വഴിക്കല്ലേ പോവൂ, പാർട്ടിയുടെ വഴിക്ക് എപ്പോഴെങ്കിലും പോവുമോ? അല്ല, സിനിമ കാണുന്നതിനിടയിൽ പ്രേക്ഷകർക്ക് എന്തേലും സംശയം വന്നാൽ നോട്ട് ചെയ്ത് വെച്ചേക്കാൻ പറഞ്ഞിരുന്നു. അവസാനം EP സഖാവ് അത് ക്ലിയർ ചെയ്തു തരുമെന്ന പ്രതീക്ഷയിൽ അവരത് എഴുതി തന്നിട്ടുണ്ട്. ഒന്ന് വായിക്കട്ടെ സഖാവേ. വളരെ സന്തോഷം. പ്രതികൾ ഫ്ലൈറ്റിനകത്ത് മദ്യപിച്ചിരുന്നെന്ന് താങ്കൾ പറഞ്ഞിരുന്നല്ലോ. അതിലിപ്പോഴും ഉറച്ചു നിൽക്കുന്നുണ്ടോ എന്നാണ് ഏതോ ഒരു പാവം വോട്ടറുടെ ചോദ്യം. എന്താണ് സഖാവിന്റെ ഉത്തരം? ഞാനൊക്കെ ഇത് മദ്യപിച്ചിട്ടുള്ള ഒരു സംഘം എന്നാണ് എനിക്ക് തന്നെ തോന്നിയിട്ടുള്ളത്. അതിന് കണ്ണുപിടിക്കാത്തതാണ് ഇപ്പോഴത്തെ പ്രധാന പ്രശ്നം. പതിവ് പോലെ എന്റെ പെർഫോമൻസ് ഗംഭീരമായിട്ടുണ്ട്. ഗംഭീരം തന്നെ. ഉത്തരം ഇങ്ങനെയാണെങ്കിൽ ഇനി ചോദ്യങ്ങൾ ചോദിക്കാതിരിക്കുന്ന നല്ലത്. അപ്പോ പ്രേക്ഷകരുടെ ശ്രദ്ധയ്ക്ക് അണിയറ ശില്പികൾ കഥയ്ക്കുള്ള ക്ലൈമാക്സ് കണ്ടെത്താനുള്ള കഠിനമായ പരിശ്രമത്തിലാണ്. കഥ ഇനിയും തുടരും. കഥയുടെ അവസാനം നായകൻ വില്ലനായി മാറുമോ എന്ന് മാത്രം നമുക്ക് കാത്തിരുന്ന് കാണാം. നമുക്ക് മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം.